നഴ്സിംഗ് ഗ്രൂപ്പുമായിട്ട് അസോസിയേഷനുമായിട്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് KBSNA എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആയിരുന്നു. ഇതിപ്പോ സെക്കൻഡ് ഇച്ചിരി കൂടെ വലിയ ഒരു SNA കോമ്പറ്റീഷൻസിന്റെ സ്പോൺസേഴ്സ് ആവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് നാളായിട്ട് അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു മാസമായിട്ട് നിങ്ങളോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അർജുൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അർജുൻ, പിന്നെ ചാൾസ്, അതുകൂടാതെ അൻസൽ സാർ, എല്ലാവരെയും ഈ നിമിഷം ഓർക്കാണ്. ഞങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒത്തിരി സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എനർജി കണ്ടിട്ട് സത്യം പറഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റേജിലൊന്ന് കയറണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഒരാളുടെ പ്രസന്റേഷനെ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഇവിടെ നിരന്ന് നിൽക്കാൻ തീരുമാനിച്ചത്. കാരണം അത്രയ്ക്ക് എനർജിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സോ വലിയൊരു കൈയടിയാവാം. അത് മതിയോ? നിങ്ങളെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇച്ചിരി കൂടെ വലിയൊരു കൈയടിയാവാം. താങ്ക് യു. സോ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം എല്ലാവരും തന്നെ നഴ്സിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ IELTS OET എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു നഴ്സിംഗ് ഗ്രൂപ്പിനെ കാണുമ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്, ഇതിൽ എത്ര പേര് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ചോദ്യം ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു റിപ്ലൈ എന്ന് പറയുന്നത് പകുതിയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 90% ആൾക്കാരും കൈ പൊക്കാറാണ് പതിവ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ് MPhil ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പിന്നെ OETയുടെ ഇന്റർലോക്യൂട്ടറും എക്സാമിനറും ഒക്കെ ആയതിനു ശേഷം ആണ് ഞാനൊരു IELTS OET ട്രെയിനറായത്. അപ്പോൾ എൻ്റെ കരിയർ പോലെ അത്ര സ്ട്രഗ്ലിംഗ് അല്ല നിങ്ങൾക്ക്. നിങ്ങളെ കാത്തിരിക്കുന്നത് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ പഠിച്ചോ, എന്തായാലും ജോലി ഉണ്ട്. അത് എവിടെ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉള്ളൂ അല്ലെ? അത് നാട്ടിൽ വേണോ പുറത്ത് വേണോ എന്നുള്ളതാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ. അതിൽ ഭൂരിഭാഗം എല്ലാവരും തന്നെ ചൂസ് ചെയ്യുന്നത് പുറം രാജ്യങ്ങളിൽ തന്നെയാണ്. സോ IELTS ആൻഡ് OET എന്ന രണ്ട് കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. IELTS ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ OET ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഇത് രണ്ടും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങളുടെ ടെസ്റ്റ് ചെയ്ത്, കാരണം നിങ്ങൾ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകാൻ നേരത്ത് അതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ, കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആവശ്യമുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാണോ എന്ന് ചെക്ക് ചെയ്യുന്ന രണ്ട് എക്സാമിനേഷനാണ്. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പോസിബിലിറ്റീസ്, അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പെട്ടെന്ന് ആലോചിക്കുന്നത് UK ആണ് അല്ലെ? UK OET അല്ലെങ്കിൽ IELTS കഴിഞ്ഞ് CBT കോഴ്സും പഠിച്ചതിന് ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ IELTS OET പഠിക്കാൻ ഉപയോഗിക്കുന്ന പൈസ, അതുകൂടാതെ നിങ്ങൾ എക്സാം ബുക്ക് ചെയ്യുന്ന പൈസ വരെ നിങ്ങൾക്ക് സ്പോൺസർ റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, CBT അങ്ങനെ എല്ലാ എക്സാംസിന്റെയും പൈസ നിങ്ങളെ അത്ര കണ്ട ആവശ്യമുണ്ട് ഈ ഒരു മെഡിക്കൽ സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള UK മാത്രമല്ല, പക്ഷെ എപ്പോഴും നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി മിക്കവാറും വരുന്നത് UK ആണ്. എന്നാൽ അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നിരവധി രാജ്യങ്ങളിലുണ്ട്. ന്യൂസിലൻഡ് ആയിക്കൊള്ളട്ടെ, ഓസ്ട്രേലിയ ആയിക്കൊള്ളട്ടെ, അയർലൻഡ് ആയിക്കൊള്ളട്ടെ, ഈവൻ അമേരിക്ക, കാനഡ, അങ്ങനെ കുറെ കൺട്രീസിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് ന്യൂസിലൻഡ് നഴ്സസ്, ഓസ്ട്രേലിയ ആണ് ഏറ്റവും കൂടുതൽ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രി. അപ്പൊ ന്യൂസിലൻഡ് നഴ്സസ് ഓസ്ട്രേലിയയിലോട്ട് പോകുന്നത് പ്രമാണിച്ച് അതിന്റെ ഭാഗമായിട്ട് ന്യൂസിലൻഡില് സാലറി ഇൻക്രീസ് ചെയ്തു. സോ എല്ലായിടത്തും നഴ്സസിന്റെ സാലറി ഹൈക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ട്രെൻഡ് ദിസ് വിൽ കണ്ടിന്യൂ ഇൻ അതർ 10 years or more. ഓക്കെ, കാരണം ഹെൽത്ത് സിസ്റ്റം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നഴ്സസിന്റെ ഇമ്പോർട്ടൻസ് ഇസ് വെരി മച്ച്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത്ര കണ്ട് ആവശ്യമുള്ള ഒരാൾക്കാരാണ്. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ നേരത്തെ കൈയടിക്കാൻ പറഞ്ഞപ്പോഴാണെങ്കിലും കുറച്ചുകൂടെ കാര്യമായിട്ട് കൈയടിക്കാൻ പറഞ്ഞപ്പോഴാണെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ഗ്രൂപ്പ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും സ്ട്രഗിൾ ഇല്ലാതെ ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെയാണ്. ഇനി
ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമിനെ പറ്റി പറയുകയാണെങ്കിൽ ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ചുറ്റുപുറം നോക്കിക്കഴിഞ്ഞാൽ കൂണ് പോലെ മുളച്ചു വരുന്ന IELTS OET ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് നിങ്ങളെയൊക്കെ കാണാനായിട്ട് ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ടീമിന്റെ ഒരു വലിയ എഫേർട്ടും ഹാർഡ് വർക്കും ആണ്. ഞങ്ങൾക്ക് ഒരു കൈയ്യടി തരാം അല്ലേ? താങ്ക് യു സോ മച്ച്. സോ നമ്മളുടെ അക്കാഡമി ഇസ് ഓൺലി ഇൻ കൊച്ചി because we wanted to make sure the efficiency and also the quality of training. Quality efficiency ഞങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ട ഒരു പ്രധാന ഘടകം തന്നെയാണ്. ആൻഡ് ഇതിലെ ട്രെയിനിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ത്രൂ ഔട്ട് ഇപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ പോസ്റ്റേഴ്സ് ആയിട്ടും ഫ്ലെക്സുകളായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇൻഫാക്ട് ഞാൻ ഇങ്ങോട്ട് കയറാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് സെഷനാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പുറകിൽ നിന്ന് കേൾക്കാം, നിങ്ങളൊക്കെ മിസ് SNA കോൺടെസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു സെഷൻ വന്നത്. ഡെഫിനറ്റ്ലി ഐ ബി വൈൻഡിങ് അപ്പ് വെരി സൂൺ. സോ നമ്മളുടെ ഈ ഒരു കോച്ചിങ്ങിന്റെ നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത് പോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അപ്ഡേറ്റഡ് മെറ്റീരിയൽസ്, ഇതിനെയൊക്കെ പറ്റി ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എത്രത്തോളം മനസ്സിലാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു മൂഡ് എന്താ പറയാ, അക്കാഡമിക്സുമായിട്ട് വളരെ മാറി നിൽക്കുന്ന ഒരു മൂഡാണ്. സോ ഈ സമയത്ത് ഞാനത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈവൻ നമ്മളുടെ ഈ ടീം ഇത് രാവിലെ തൊട്ട് തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് ഈ ടീമിന്റെ അടുത്ത് വരുന്നുണ്ടായിരിക്കാം. അപ്പോഴൊക്കെ മേ ബി ഇപ്പോൾ നിങ്ങൾക്കത് ഇച്ചിരിയെങ്കിലും അനോയിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾ 4th ഇയർ കഴിഞ്ഞ് ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യാതിരിക്കുകയോ അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് നമ്പറൊക്കെ കളക്ട് ചെയ്തിരുന്നോ. 4 വർഷത്തിന് ശേഷം നിങ്ങൾ BSc നഴ്സിംഗ് 4 വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യം വരുവാണെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സമയത്ത് ഇതിനെപ്പറ്റി ആവശ്യം വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം, ആ പ്രതികരണ ശേഷി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐ തിങ്ക് പേര് അലൻ എന്നാണ്, അലൻ ഫ്രം നോർത്ത് ഈസ്റ്റ് സോൺ. അപ്പൊ അലന്റെ അടുത്ത് ചോദിച്ചാൽ അലന്റെ പേരെന്താ? അപ്പൊ പെട്ടെന്ന് തന്നെ എന്റെ യൂണിഫോം കണ്ടപ്പോൾ അലൻ പറഞ്ഞു, ഞങ്ങളുടെ അവിടെയൊക്കെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് എ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫ്രം അലൻ. അപ്പൊ ഞാൻ ചിരിച്ചു. ഓക്കെ, സോ ആൻഡ് ഹി എന്താ നമ്പേർഡ് സം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു, 1-2 ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ പഠിച്ചിറങ്ങിയ പിള്ളേരെ തന്നെയാണോ ജോലിക്ക് എടുക്കുന്നത്? പിന്നെ നിങ്ങൾക്ക് എത്ര ശതമാനം വിജയമുണ്ട്? ഐ വാസ് ഫീലിംഗ് വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമാണ് തോന്നിയത്. കാരണം പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ചേരാൻ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കാൻ മറന്നു പോകുന്ന ചോദ്യങ്ങളാണിത്. ഓക്കെ, എത്ര ശതമാനം വിജയമുണ്ട്? ആരാണ് അവിടുത്തെ ട്രെയിനിങ് ചെയ്യുന്നത്? എത്തരത്തിലാണ് ട്രെയിനിങ് മുന്നോട്ട് പോകുന്നത്? ആൻഡ് അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്? ഓറിയന്റേഷൻ, ലെവൽ 1, ലെവൽ 2, എക്സാം ബാച്ച്, ഇതിന്റെയൊക്കെ ഉദ്ദേശശുദ്ധി എന്താണ്? അതിലെന്താണ് വ്യത്യാസം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരു എക്സ്പീരിയൻസിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ചോദ്യത്തിലോട്ട് വരുന്നത്. ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി ഞാൻ പറഞ്ഞു കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ, ബട്ട് വി ഹാവ് എ വൈഡ് നെറ്റ്വർക്ക് ഇൻ ഓൺലൈൻ സിസ്റ്റം. ഓൺലൈൻ സിസ്റ്റത്തിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലുള്ള വർക്കിംഗ് ആയിട്ടുള്ള നഴ്സസ് ആണ്. സോ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മിഡിൽ ഈസ്റ്റ് നഴ്സസ് അവിടെ വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന്റെ കൂടെ IELTS ആയാലും OET ആയാലും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ സോഫാർ ഒരു IELTS OET ഒക്കെ ട്രെയിനിങ് ചെയ്ത ഒരാളെന്ന നിലയിൽ ഇതിന്റെ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ വാട്ട് വി ഹാവ് സീൻ ഇസ്, ഈ പഠിച്ചിറങ്ങിയ കുട്ടികൾ തന്നെ ഈ ഒരു ട്രെയിനിങ് എടുക്കാൻ നേരത്ത് കൂടുതലായി ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ദാൻ ഒരു ഗ്യാപ്പ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ. അപ്പോൾ ഒരു വൈഡ് ആൻഡ് സ്ട്രോങ് നെറ്റ്വർക്ക് നമുക്ക് ഒരു ഓൺലൈനിലുണ്ട്. വൈ? ബിക്കോസ് ദി ക്വസ്റ്റ്യൻ ദിസ്, മേ ബി അവർ റിപ്പീറ്റേഴ്സ് ആയിരിക്കും, അവർ ചോദ്യങ്ങൾ ചോദിക്കും, അവർ പ്രതികരിക്കാൻ തുടങ്ങും. പക്ഷെ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നിങ്ങൾ ആദ്യം കാണുന്ന പേരിലോട്ടായിരിക്കും പോകുന്നത്. പൊക്കോളൂ, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. പക്ഷെ എപ്പോഴും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ളൊരു
എന്താ പറയുക ഒരു മനസ്സ്, എസ്പെഷ്യലി ടു പാരൻസ്, എങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ കേറ്റർ ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനെങ്കിലും പറ്റും പിന്നീട്, അല്ലേ? നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്നുള്ളത്. ഞാനിത് കോൺഫിഡൻസ് ആയിട്ട് ഇവിടെ നിന്ന് പറയുന്നതിന്റെ കാരണം ബിക്കോസ് ഞാൻ ആസ് എ ട്രെയിനർ എൻ്റെ ബേസിക് പ്രൊഫഷൻ എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. ആൻഡ് വാട്ട് വി ഫോക്കസ് ഇസ് ഓൺലി ഓൺ ദ ക്വാളിറ്റി ട്രെയിനിങ് മെത്തഡ്സ്. അപ്പോൾ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് ഹാഫ് ലാംഗ്വേജ് ട്രെയിനേഴ്സ് ആയിരിക്കും, ഹാഫ് ക്ലിനിക്കൽ ട്രെയിനേഴ്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ലാംഗ്വേജ് ടെസ്റ്റ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ MA, MPhil ആൻഡ് ഈവൻ PhD കിട്ടിയ ഒരു ലാംഗ്വേജ് ട്രെയിനേഴ്സിന്റെ ഗ്രൂപ്പും അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫിന്റെ ഒരു ഗ്രൂപ്പും ഒരുമിച്ചുള്ളൊരു ഒരു ഗ്രൂപ്പാണ് ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി എന്നുള്ളത്. സോ ഇന്ന് രാവിലെ തൊട്ട് ഇവരെല്ലാവരും നിങ്ങളെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും നിങ്ങളുടെ റെസ്പോൺസസ് ആയിട്ടും എല്ലാം ഇവർ ഞങ്ങളെ അറിയിച്ചു. അപ്പൊ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 years ഒക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡെഫിനറ്റ്ലി നിങ്ങൾ ഞങ്ങളെ ഓർക്കും. ആ സമയത്ത് ഇന്നത്തെ ഈ ഡിസ്റ്റർബൻസ് നിങ്ങൾ ഫൊഗീവ് ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആൻഡ് യു ക്യാൻ ഓൾസോ ചെക്ക് ഇൻ ടു ദ ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി പേജ്. ആ പേജിലൂടെ നിങ്ങൾക്കൊന്ന് കടന്നു പോവാം. അപ്പോൾ ആ പേജിൽ നമ്മുടെ റിസൾട്ട്സ് ആൻഡ് ഓൾസോ ടെസ്റ്റിമോണിയൽസ് അതുപോലെ തന്നെ നമ്മളുടെ ഒരു ടീച്ചിങ് മെത്തേഡ്, മെറ്റീരിയൽസ് എല്ലാം വളരെ ഫ്രാങ്ക് ആയിട്ട് ഓപ്പൺ ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ ദിസ് വണ്ടർഫുൾ മൂഡ്, ഈ ഒരു അടിപൊളി മൂഡിന് ശേഷം വെൻ യു ഗോ ബാക്ക് ടു യുവർ അക്കാഡമിക്സ് യു ക്യാൻ തിങ്ക് അബൌട്ട് us. ആൻഡ് നാളെയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ ക്വയറീസിനും കൺസേൺസിനും ആൻസർ ആയിട്ട് ഈ ഒരു ഹോൾ ടീം ഉണ്ടാകും. അപ്പോൾ ഇവർ നിങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ നേരത്ത് യു ക്യാൻ ആസ്ക് യുവർ കൺസേൺസ്, അല്ലെ? കുറച്ച് നേരമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ യു ക്യാൻ ആസ്ക് യുവർ കൺസേൺ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് യു ഗൈസ് ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് ഹിയർ. സത്യത്തിൽ ഞാൻ സ്റ്റേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോന്നും പെർഫോം ചെയ്യാൻ നേരത്തെ എന്തായാലും ഈ സ്റ്റേജിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച് തന്നെയാണ് വന്നത്. ബട്ട് ഇത് ഇങ്ങനെയായിപ്പോയി. ഞങ്ങൾക്കൊരു പെർഫോമൻസ് ആണ് താല്പര്യം മൊത്തത്തിൽ. ബട്ട് ദെൻ താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരു കാര്യം കൂടെ, സെൽഫി കോൺടെസ്റ്റ് ഇസ് ഓർഗനൈസ്ഡ് ബൈ ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി. 5,000 ആണ് ക്യാഷ് പ്രൈസ്. So you can also participate. Just click a selfie and you can upload. Number of likes കൂടുതൽ കിട്ടുന്നവർക്കാണ് പ്രൈസ്. നാളെ 3 മണി വരെയാണ് ടൈം ഉള്ളത്. സോ അത് താഴെയുണ്ട്, നിങ്ങൾക്ക് അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് SNA പറ്റി ഞാൻ ഇതിനു മുന്നേ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് അർത്ഥന എന്ന് പറയുന്ന ഒരാൾ മിസ് SNA ആയിട്ടുണ്ട് ഇതിനു മുന്നേ. സോ ഐ നോ ദിസ് ഇസ് എ ഗ്രേറ്റ് പ്രോഗ്രാം with a lot of participants, especially nurses. ഇത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലികൾക്കിടയിൽ നിങ്ങളിൽ ഉള്ളിൽ കലാകാരന്മാരെയും കലാകാരികളെയും ഈ സ്റ്റേജിൽ പ്രകടിപ്പിക്കാൻ വരുന്നതിനും അതുപോലെ തന്നെ അതിന് ഒരു വേദി ഒരുക്കി കൊടുക്കുന്ന എല്ലാ ഇതിന്റെ സംഘാടകർക്കും അതിന്റെ ആശംസകളും അഭിമാനത്തോടെ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. സോ ഒന്നുകൂടെ ഒരു നല്ല കേട് തരാമോ? Can I have more voice? അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ നല്ലൊരു വോയിസ് കേൾക്കാവോ? Come on. ഓക്കെ, ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് വേണോന്ന്, പിന്നെ ഓക്കെ റെഡി ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫ്രം ദ ഹോൾ ടീം ഓഫ് ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഈ ഒരു പ്രോഗ്രാം വളരെ അടിപൊളിയാക്കാം, കളറാക്കാം. ഓക്കെ, താങ്ക് യു.